ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ചക്ക കൊണ്ട് ഒരു ചക്കയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം മഴയുള്ള ഈ സമയത്ത് നമുക്ക് അധികം കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക. അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ മാമൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുവിധം നമുക്ക് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് ചക്ക കിട്ടും. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ തിന്നാൻ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ ചക്ക വരട്ടി വെക്കും. ഇനിയിപ്പോൾ ചക്ക വരട്ടാൻ ഭയങ്കര പണിയായതുകൊണ്ട് ഇങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു എളുപ്പ പണിയിൽ നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. ഇതുപോലെ കുറച്ച് ചക്ക എടുത്തിട്ട് അതങ്ങ് അരച്ച് പേസ്റ്റാക്കി വയ്ക്കാം. അപ്പോൾ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അരച്ച് ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ശർക്കര നമുക്ക് പാവാക്കിയെടുക്കാം. അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന കൊട്ടത്തേങ്ങ ഇതുപോലെ പീസാക്കി വെക്കുക. അത് നന്നായി തിളയ്ക്കട്ടെ നമ്മുടെ പാവ് ഇരുന്നിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റില്ലേ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം കൂടി ചതച്ചിട്ടിടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മിക്സിയിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ തേങ്ങ ചിരകി വെച്ചത് തേങ്ങ കുറച്ച്, പിന്നെ നൈസായിട്ടുള്ള അരിപ്പൊടിയായിരുന്നു വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ പിട്ടുപൊടി അത്ര നൈസായിരിക്കില്ലല്ലോ, ആ ഒരു പൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് ചേർത്തു. പിന്നെ അതേപോലെ നമ്മുടെ പാവാക്കിയ ശർക്കരയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഏലക്കയും കൂടി ഇടാം. ഞാൻ ഇട്ടിട്ടില്ല, ഏലക്ക എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ പേസ്റ്റാക്കും. ഒന്നുമില്ലെങ്കിൽ കൈ കൊണ്ട്, ഇല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു തവിയോ അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കയ്യിലെന്നാണ് പറയുക. അപ്പോൾ ആ സംഭവം കൊണ്ട് നന്നായി ഇളക്കി ആ ഒരു പരുവാക്കിയെടുക്കുക. അധികം ലൂസാക്കരുത്, കാരണം നമുക്കിത് ഇലയിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇല കെട്ടി വയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കേണ്ട രീതിയിൽ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി വയ്ക്കാം. ഇതിനിടയിൽ ഞാൻ പോയി ഇല മുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് വാട്ടി വെച്ചു. അതൊന്നും സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് കുറച്ച് മാവ് എടുത്ത് നമ്മൾ ഒരു കയ്യിൽ മാവെടുത്ത് ഇലയിൽ വെച്ച് അതിനെ 4 മുറിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആവി കയറ്റാനായിട്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, മാവ് ഒഴിച്ച് ഇല 4 മടക്കി അങ്ങ് കമിഴ്ത്തി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ഇതൊരു ആവിക്ക് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ എന്തായി അവസ്ഥ എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ആയിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പെട്ടെന്ന് ആ ചൂടോടെ തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ചൂട് മാറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് പാകമായിട്ടുണ്ടാവും നമ്മുടെ അപ്പം. എന്തായാലും നല്ല ചക്കയുടെ മണം വന്നിട്ടുണ്ടായിരുന്നു. പേസ്റ്റാക്കി അരച്ചുകൊണ്ട് തന്നെ ചക്ക വരട്ടിയത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരത്തിനനുസരിച്ചുള്ള ശർക്കരയും കൂടി ചേർത്താൽ മതി കേട്ടോ. വീട്ടിൽ ചക്കയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ.